നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. ഈ ആലപ്പുഴ എന്ന് പറയുമ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയും അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു നാടാണ് ആലപ്പുഴ. ഒരുപാട് വിദേശികളും വരുന്ന ഒരു നാടാണ്. എനിക്ക് ഈ യാത്രകൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബീച്ചിൽ പോവുക, പാർക്കിലൊക്കെ പോവുക. ഞാൻ ചില വീഡിയോസൊക്കെ പാർക്കിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കനാല്, ഇതൊക്കെ കായലുകൾ, അതൊക്കെ കാണാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കനാലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഈ ആലപ്പുഴയുടെ കനാലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പാലങ്ങൾ ഒരുപാട് പുറത്തുനിന്നുള്ള, ഇപ്പോൾ എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ പോകുമ്പോൾ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കനാലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ പായൽ പിടിച്ച് കിടക്കുകയും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഇരുന്ന കൽക്കട്ട. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം ഇപ്പം ഒരുപാട് ഇതൊന്നും കനാലുകളിലൊക്കെ അവസ്ഥ ഇങ്ങനെ കാട് പിടിച്ച് പായൽ പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഈ കായലിൻ്റെ അടുത്ത് നിന്ന് 2-3 പെരുമ്പാമ്പിനെ കിട്ടിയായിരുന്നു. അല്ല, മലമ്പാമ്പിനെ കിട്ടിയായിരുന്നു. കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ ദൂരത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പാമ്പോ അതൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു. ഈ ഫോട്ടോ ഞാൻ ജെമിനിയിൽ ഇട്ടൊന്ന് എഡിറ്റ് ചെയ്തു, ഉപയോഗിച്ചൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ ആ പായൽ മാറ്റി വെള്ളമാക്കി, വളരെ തെളിഞ്ഞുള്ള, വേസ്റ്റ് ഒന്നും ഇല്ലാത്ത വെള്ളവും പിന്നെ ഒരു ചെറിയൊരു തോണിയൊക്കെ ഉള്ള. അപ്പം ഇതാണ് ജെമിനിയിൽ കാണാൻ നല്ല ഭംഗിയെടുത്ത ഫോട്ടോ. അപ്പം യഥാർത്ഥ ഫോട്ടോയും പിന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് കാണാൻ നല്ല രസമുണ്ട്. കാരണം അത് വൃത്തിയായി, പൂക്കളൊക്കെ വന്ന് ഇതിപ്പം നല്ല വൃത്തിയായി. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബിജു മേനോൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, 2007 പുറത്തിറങ്ങിയ ഭാരതനെ പറ്റുന്ന പറഞ്ഞ. ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ബിജു മേനോനും ഗീതു മോഹൻദാസാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്. ഈ ബിജു ആലപ്പുഴയിലെ ആ കനാലുകളും അതിലെ ആ കൽക്കട്ട, അതിൻ്റെ അകത്ത് അന്ന് ഇരിക്കാൻ ഭാഗത്തിലുള്ള മരത്തിനുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. എന്നിട്ട് ആ കനാലിൽ കൂടെ ഇങ്ങനെ ചെറിയ കപ്പിൾസിന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ബോട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ബോട്ടൊക്കെ തുഴഞ്ഞു പോകുന്നത്, ചവിട്ടി തുഴയുന്നത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പാലം നല്ല ഭംഗിയാണ്. ഞാൻ ആലോചിച്ചു, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ കണ്ട ആരും എന്താ പറയുക ഒന്ന് വലിയും. കാരണം ഞാൻ ചിന്തിക്കും, ഇതിപ്പം ഗവൺമെൻറ്റിൻ്റെ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ നമ്മുടെയും ഗവൺമെൻറ്റിൻ്റെയും മിസ്റ്റേക്കാണോ എന്ന് ചിന്തിക്കും. ഞാൻ ചിന്തിച്ച് എനിക്ക് കിട്ടിയ ഉത്തരം 2 കൂട്ടരുടെയും മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ആഗ്രഹിക്കുന്നില്ല അത് നന്നാക്കി എടുക്കണം. ചിലപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ വരുന്ന മുനിസിപ്പാലിറ്റി അത് ശരിയാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം റോഡൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ബോട്ട് കെട്ടിട്ടൊക്കെ. മുമ്പ് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, മത്സ്യകന്യ ഉണ്ടായിരുന്നു ഈ കനാലിൻ്റെ നടുക്ക്. അപ്പോൾ ഒരുപാട് വിദേശികൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതും പൊളിച്ച് ഇപ്പോൾ റോഡ് വലുതാക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുമെന്നാണ് അറിഞ്ഞത്, പുതിയ മത്സ്യകന്യ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ള ഇതാണ്. ഇപ്പം ഈ ആലപ്പുഴയിലെ കനാലുകൾ, പാലം, ഇതൊക്കെ ഞാനൊരു വീഡിയോ കണ്ടാണ്. ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ഇത് നിർമ്മിച്ചത് ഈ യൂറോപ്യൻ സ്റ്റൈലിലാണ്, നെതർലാൻഡിലെ ഒരു നാട്ടിലെ സ്റ്റൈലിലാണ് ഇതിൻ്റെ പാലങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അർത്തിങ്കൽ പള്ളി ബ്രിട്ടീഷ് നിർമ്മിതമാണ്. അങ്ങനെ പല ചരിത്രങ്ങളുള്ള ഒരു നാടാണ് ആലപ്പുഴ. പക്ഷെ ആ ആലപ്പുഴയുടെ സൗന്ദര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പകരം എന്താ പറയുക, ഈ വിദേശികൾ ഏറ്റവും കൂടുതലും വരുന്ന ഒരു നാടാണ് ആലപ്പുഴ. തീർച്ചയായിട്ടും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ കയറാതെ അവർ പോകത്തില്ല. പാടങ്ങളും പിന്നെ കായൽ, ബോട്ടിങ്, പിന്നെ ബീച്ച്, ഇതൊക്കെ ആസ്വദിക്കാതെ അവരൊരിക്കലും കേരളം വിട്ടു പോകത്തില്ല.
അപ്പോൾ ഇതൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ സിനിമയ്ക്കകത്ത് ആ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബോട്ടൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ചെറിയ ബോട്ടുകൾ വെച്ചുള്ള യാത്രകൾ നടക്കുകയും കാശുണ്ടാക്കാൻ കഴിയും, ടൂറിസത്തിന് വെച്ചൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആ പാലങ്ങളും അല്ലെങ്കിൽ ആ കനാലൊക്കെ വൃത്തിയാക്കി നല്ല എന്താ പറയുക ഭംഗിയാക്കി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാനും അവിടുത്തെ ആ സൺസെറ്റ് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ വരുന്ന ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയൊക്കെ ശ്രമിച്ച് അത് മെച്ചപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകും ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഫീലിങ് വിഷമം തോന്നി. നമ്മുടെ പാ കനാലിലൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് അടങ്ങി വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്ന അപ്പോൾ ഒരു വിഷമം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് ഇനിയുള്ള നാളുകളിൽ അത് വൃത്തിയാക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്.